ഇത് ഞാൻ തന്നെ ഉണ്ടാക്കി നോക്കി ഞാൻ തന്നെ പേരിട്ട ഒരു വഴുതനങ്ങ പുളിങ്കറിയാണ്. അപ്പം നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കണേന്ന് നോക്കാം. ഇപ്പൊ ഞാനിത് ഉണ്ടാക്കാനായിട്ട് ഇതുപോലുള്ള വഴുതനങ്ങ, പർപ്പിൾ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഒരു 1/4 കിലോ വഴുതനങ്ങ എടുത്തു. അത് ഒരു കുറച്ച് എണ്ണ ഒഴിച്ചത് നമുക്ക് നന്നായിട്ടൊന്ന് ഇനി വഴറ്റിയെടുക്കാം. അതിലേക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. അപ്പൊ നമ്മുടെ വഴുതനങ്ങയൊക്കെ ഏകദേശം ഒന്നായിട്ടുണ്ട്. ഇനി കോരി മാറ്റി വെക്കാം. ഇനി അതിലേക്ക് അല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരല്പം കടുക്, ഒരു 1/4 ടീസ്പൂൺ മാത്രം ജീരകം അത്ര ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറിയ സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കറിവേപ്പില ഇത്ര ഇട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഒരു 3/4 ഇതുവരെ വഴന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട്, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു 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 ടീസ്പൂൺ ഇല്ല, അത്രയില്ല, അത്രയുള്ളൊരു ഗരം മസാല പൗഡർ ഇത്രയും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക്. അത് തീ കുറച്ചൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പുളിനീരൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പുളിനീര് ഒഴിച്ചു കൊടുക്കുക. അത് ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടി ഒഴിച്ചേക്കണതാണ്. പുളിനീര് ഒഴിച്ചു കൊടുത്ത് നമുക്ക് വഴുതനങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. അതിൻ്റെ കൂടെ ഒരു കഷ്ണം ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഞാനിവിടെ ശർക്കര പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഈ ശർക്കരയും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഇത് തിളച്ചു. ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു 5-6 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം, ഒരു മീഡിയം ഫ്ലെയിമിൽ. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് വാങ്ങാൻ അല്പം നല്ല കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇനി വാങ്ങി വയ്ക്കാം.